ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് റൊട്ടീനായിട്ട് അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ഉം, ഉം, ഇവർക്ക് അത് തന്നെ പുതിയതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് ശ്രമിക്കും, ഉം. അവർക്കും ഓക്കെ, അതെ. അവർ ജയിക്കും. അല്ല, ശ്രമിച്ചാൽ ഇവര് ഒരുപാട് ഉയരങ്ങളിൽ എത്തുന്നവരാണ്. എത്തുന്നവരാണ്, ഒരുപാട് ഉയരങ്ങളിൽ എത്തും. ഞാൻ പറഞ്ഞില്ല, മറ്റു നക്ഷത്രത്തിൽ ഒരു പരിധിയുണ്ട്, ഉം, ഇതുവരെ ഉള്ളത്. ഉം, ഈ തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ രാഹുവിൻ്റെയാണ്. ഉം, ഈ രാത്രി ഇരുട്ടല്ലേ, പ്രപഞ്ചം മുഴുവൻ ഇരിക്കുന്ന ഇരുട്ട്, ഉം, ഇതെല്ലാം എത്ര ദൂരമുണ്ടോ അത്ര ദൂരത്ത് വരയ്ക്കും കൊണ്ടെത്താനുള്ള സാധ്യത രാഹുവിനുണ്ട്. ഉം, ഉം, പക്ഷേ ഇത് സൂര്യനും ഒരു പരിധി വരെ പോകാൻ പറ്റത്തുള്ളൂ. ഒരു 6 രാശിക്ക് വരെ പ്രകാശം കൊടുക്കും. ഉം, ഉം, 7ാമത്തെ രാശി മുതൽ ഇരുട്ടാണ്. ഉം, ഉം. അപ്പോൾ അത് കഴിഞ്ഞ് പോകാൻ പറ്റത്തില്ല. പക്ഷെ അത് കഴിഞ്ഞ് പോകണമെങ്കിൽ രാഹുവിൻ്റെ സപ്പോർട്ട് വേണം. ഉം. രാഹുവിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. അതുപോലെ ഈ തിരുവാതിര നക്ഷത്രക്കാരുടെ ആരും കൂടിയാൽ അവരും വളരും. അതായത് തിരുവാതിര നക്ഷത്രക്കാരോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ചേർന്ന് നിൽക്കുന്നവരും വളരും. ഉം. അതാണ് സപ്പോർട്ട് കൊടുക്കുന്ന സപ്പോർട്ട്. ഇപ്പോൾ മറ്റവർ ഇപ്പോൾ സൂര്യൻ്റെ ദിശ നടക്കുകയാണെന്ന് അവർ സൂര്യൻ ഒരു പരിധി വരെ പോകത്തുള്ളൂ. പക്ഷെ രാഹു അങ്ങനെയല്ല. അതിൻ്റെ കൂടെ രാഹു കയറിയാൽ അവർ ഇഷ്ടം പോലെ വളർച്ച വളരും. ഏത് ഗ്രഹം കൂടുന്നുണ്ടോ അതിൻ്റെ വളർച്ച കൂടും. ഇങ്ങനെ വരും. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാരുടെ കൂടെ ആര് കൂടിയാലും അവർക്കാണ് നല്ലത്. ചില സമയത്തിൽ ദോഷമുണ്ടാവും. അവരുടെ ജാതകം അനുസരിച്ച് നോക്കിയാൽ അറിയാം, രാഹു ഗുണം ചെയ്യുവോ ദോഷം ചെയ്യുവോ, അത് നോക്കിയിട്ട് വേണം കൂടാൻ.